ഈ ഓട്ടപ്പാച്ചിൽ എങ്ങോട്ടാണെന്നല്ലേ? കുഞ്ഞുമക്കൾക്കെല്ലാം സ്കൂൾ തുറന്നു വിശ്വസിക്കുന്നു. എൻ്റെ മോൾക്കും സ്കൂൾ തുറക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ദിവസത്തെ ഓട്ടപ്പാച്ചിലാണ്. എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു. ബുക്സും ബാഗും ഒക്കെ മേടിക്കാനായിട്ട്. ഇത് ഞാനും അവളും കൂടെ ബാഗ് എടുക്കാനുള്ള അടിയാണ് കേട്ടോ. ഞങ്ങൾ നേരെ പോയത് പോലീസ് ക്യാമ്പിലോട്ടാണ്. അവിടെ എല്ലാ സാധനങ്ങൾക്കും 60% ഡിസ്കൗണ്ട് ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ അവിടെ പോയി അവൾക്കുള്ള ആവശ്യമുള്ള ബാഗും പിന്നെ ബുക്സും ഒക്കെ വാങ്ങിച്ചു. ഞാൻ ശനിയാഴ്ചയാണ് പോയതുകൊണ്ട് തിങ്കളാഴ്ചയാണ് സ്കൂൾ തുറന്നത്. ശനിയാഴ്ച ആയപ്പോൾ തിരക്ക് കുറയും എന്ന് വിചാരിച്ചിട്ടാണ് ശനിയാഴ്ച വരെ നിന്നത്. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ നല്ല ടയേർഡായിരുന്നു. എനിക്ക് ആ ബുക്സ് വാങ്ങിച്ചതൊന്നും എടുക്കാൻ പറ്റിയില്ല. അവസാനം അവിടെ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാനും കുഞ്ഞും ആകെ ടയേർഡായി. ഞങ്ങൾ നേരെ ആര്യ നിവാസിൽ വന്നു എന്തെങ്കിലും കഴിക്കാനായിട്ട്. പറഞ്ഞതുപോലെ നല്ല ഡിസ്കൗണ്ടൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എല്ലാത്തിനും നല്ല 60% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ബാഗെല്ലാം നല്ല വില കുറച്ചിട്ടാണ് കിട്ടിയത്. എനിവേ ഞങ്ങളുടെ ചിരി കണ്ടിട്ട് ഞങ്ങൾ കണ്ട ഫുഡ് വന്നു, കോഫി വന്നു. നല്ല തലവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം കോഫിയിൽ നിന്ന് തുടങ്ങി. പിന്നെ മോള് ഞാനും മോളും തമ്മിലുള്ള കളിയാണ് കേട്ടോ. അവൾക്ക് ഇവിടെ പോയാൽ ഇങ്ങനെ അവളുടെ കുറച്ച് ഇങ്ങനെയുള്ള കളികളുണ്ട്, അതിന് കൂടണം. അത് കഴിഞ്ഞിട്ട് അവൾ ഓർഡർ ചെയ്തൊരു സൂപ്പാണ്, വെജിറ്റബിൾ സൂപ്പ്. സത്യം പറയാമല്ലോ ഒരു വഴിക്ക് കൊള്ളത്തില്ലായിരുന്നു. നമ്മൾ ചിക്കൻ സൂപ്പ് കുടിക്കുന്ന ഒരു സുഖം ഇതിന് കിട്ടുമെന്ന് വിചാരിക്കരുത്. ശ്യാമേട്ടൻ ഒരു ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്, സാമ്പാർ ഇഡ്ഡലിയാണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ രാമചന്ദ്രയിലോട്ട് പോയി. ട്രിവാൻഡ്രംകാർക്കറിയാം ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. കാരണം അമ്മൂന് ഷൂസ് മേടിക്കാനുണ്ടായിരുന്നു. ഷൂസ് പോലീസ് ക്യാമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആ തിരക്ക് കണ്ടപ്പോൾ ആകെ ഭ്രാന്തായിട്ട് എനിക്ക് ഷൂസ് മേടിക്കാനുള്ള ഒരു ക്ഷമ അവിടെ നിന്നില്ലായിരുന്നു. അങ്ങനെ രാമചന്ദ്രയിൽ വന്നിട്ടാണ് അവൾക്കൊരു 3 ജോഡി ഷൂസ് എടുക്കണമായിരുന്നു, സ്കൂൾ ഷൂസും ബാക്കിയെല്ലാം. അങ്ങനെ അവൾ ആകെ ടയേർഡായി പാവം. അത് കഴിഞ്ഞ് അവൾക്ക് ലഞ്ച് ബാഗ് എടുക്കണമായിരുന്നു. ആ ലഞ്ച് ബാഗും എടുത്തതിന് ശേഷം അവൾക്ക് റിബണും കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഫാൻസി സെക്ഷനിൽ വന്നു. അവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കൾ പോയി ഒരു ഐസ്ക്രീം കുടിച്ച് നിന്നോ, മമ്മി ബില്ല് ഇട്ടിട്ട് വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡയും മോളും കൂടെ പോയി ഐസ്ക്രീമൊക്കെ കുടിച്ചു. ചെന്നപ്പോൾ എനിക്കും കൊതിയൊന്നും ഒരു ഐസ്ക്രീം കുടിക്കാനായിട്ട്. ഞാനിങ്ങനെ നോക്കി ഏതെടുക്കണം എന്ന് പറഞ്ഞ് നോക്കി നിന്നപ്പോഴാണ് ക്യാമറയുടെ ഒരു ഐസ്ക്രീം എൻ്റെ കണ്ണിൽപ്പെട്ടത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ ഒരൊറ്റ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ബില്ലടിക്കുന്നിടത്ത് ക്യൂ നിൽക്കേണ്ടി വരും. അത്രയ്ക്ക് തിരക്കായിരുന്നു ബില്ലടിക്കുന്നിടത്ത്. എനിവേ ഞാൻ എൻ്റെ ഐസ്ക്രീം കുടിക്കണം എന്നുള്ള ആഗ്രഹം മാറ്റി വെച്ചതിന് ശേഷം ഞാനിങ്ങോളും കൂടെ നേരെ താഴെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വാലറ്റ് പാർക്കിങ്ങിലാണ് കാറ് പാർക്ക് ചെയ്യാൻ ഇട്ടിരുന്നത്. അത് അവർ വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി. പിന്നെ അവൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്കൂൾ യൂണിഫോം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഒരാഴ്ചയും കളർ ഡ്രസ്സ് തന്നെ ഇടേണ്ടി വരും. അങ്ങനെ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി കളർ ഡ്രസ്സ് എടുക്കുക. MOTക്കകത്തുള്ള സ്റ്റുഡിയോയിലോട്ട് പോയി. അവിടെ പോയി അവൾക്ക് നോക്കിയപ്പോഴത്തേക്കും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം അവിടെ ഫ്രൈഡേയിലാണ് അവരുടെ കളക്ഷൻ വരുന്നത്. ഫ്രൈഡേ വരുമ്പോൾ തന്നെ ഒട്ടുമിക്ക എല്ലാം തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെയും എനിക്ക് ആകെ ഒന്നും കിട്ടാത്തതിൽ ഡെസ്പായിട്ട് മുകളിൽ മാക്സിൽ വന്നു. MOTയുടെ തന്നെ മുകളിൽ മാക്സിൽ വന്നു. അവിടെ എനിക്ക് നല്ലതൊന്നും കിട്ടില്ല. പിന്നെ നേരെ ഒരു സെൽഫി എടുത്തിട്ട് നേരെ പിന്നെ എങ്ങോട്ടാണ് വന്നത്, നേരെ പിന്നെ വേറൊരു ടെക്സ്റ്റൈൽസിൽ വന്നു. അവിടെ നിന്നും ഒന്നും കിട്ടാത്തതുകൊണ്ടുള്ള വിഷമത്തിൽ നേരെ ഞങ്ങൾ ചാച്ചാ പാർക്കിൽ വന്നു. അവിടെ ശ്യാമേട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ പിള്ളേർക്കും സ്കൂൾ തുറക്കുന്നുണ്ടായിരുന്നു. അപ്പം ഒന്ന് അവരെയൊക്കെ കാണാമെന്നുള്ളത് വെച്ചിട്ട് അവിടെ വന്നു. ഞങ്ങളൊന്ന് സ്കൂൾ തുറക്കുന്നതിന് മുന്നേയായിട്ടൊന്ന് ശംഖുമുഖമൊക്കെ ഒന്ന് അടിച്ച് പൊടിച്ച് കറങ്ങി കണ്ടു. ഒരു ഐസ്ക്രീം പിന്നെയും അമ്മ കുടിച്ചു. അതിൻ്റെ ഫലം 2 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടി. എന്നിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി.